വളരെ സരസമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, വളരെ ലളിതമായ ഭാഷയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാനും കഴിയുന്ന ഒരു നല്ല പ്രാസംഗികനാണ് മുകേഷ് എന്ന്. മുകേഷ് കളിയാക്കാത്ത ഒരാളും സിനിമയിലില്ല. അതുകൊണ്ട് മുകേഷിനെ കളിയാക്കിയാൽ മുകേഷിന് ഒരു പ്രശ്നവുമില്ല. മുകേഷ് എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. ഒരുപക്ഷെ ഞാനും മുകേഷും കൂടിയായിരിക്കും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സിനിമ ഞങ്ങൾ പഴയ പടങ്ങൾ ഇപ്പോൾ ചുമ്മാ ടി വിയിലെ കാണുമ്പോൾ ഞങ്ങൾ രണ്ടും തന്നെ സർവ്വ പടങ്ങളും, സുരേഷ് ബാബുവിൻ്റെ പടങ്ങൾ, കുറേ പടങ്ങൾ, മുകേഷ് നായകനും ഞാൻ വില്ലനുമായി ഒരുപാട് പടങ്ങൾ, ഞങ്ങൾ ചെറിയ ചെറിയ പടങ്ങളാണ്, ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മുകേഷ് ഇവരോടൊപ്പമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ മുകേഷിൻ്റെ കൂടെ, അത് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞങ്ങൾ അന്ന് മുതൽ എന്നും ഒരുമിച്ച് സ്നേഹം പങ്കുവയ്ക്കുകയും തമാശകൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്തുക്കളാണ്. മുകേഷ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മുകേഷ് കാര്യങ്ങൾ പറയാനും വളരെ സരസമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, വളരെ ലളിതമായ ഭാഷയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാനും കഴിയുന്ന ഒരു നല്ല പ്രാസംഗികനാണ് മുകേഷ് എന്ന് ഞാൻ പറയും. വളരെ നമ്മൾ കേട്ട് വരുമ്പോൾ ചിലപ്പോൾ തോന്നി ഇയാൾ തമാശ പറയാതെ തീരും, പക്ഷേ ചില സ്ഥലത്ത് ചെന്ന് കൊള്ളേണ്ടത് കൊള്ളും. അതിനുവേണ്ടിയാണ് ചില കഥകളൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ബുദ്ധിപരമായി ചില കഥകൾ ചില സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ രാഷ്ട്രീയമായ ടാലൻ്റാണ്. പറഞ്ഞു വരുമ്പോൾ ഇതേതാ ഒരു വല്യപ്പൻ്റെ കഥ എന്ന് വിചാരിക്കും, പക്ഷേ പറഞ്ഞു വരുമ്പോൾ കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ കഴിവുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനായി മുകേഷ് മാറി. നല്ലൊരു നടനാണ്. അതിലുപരി MLA എന്ന നിലയിൽ 2 ടേമിലായി അദ്ദേഹം നല്ല ഒരു, പിന്നൊരു കാര്യമുണ്ട്, എന്ത് കളിയാക്കിയാലും മുകേഷിനൊന്നുമില്ല. കാരണം മുകേഷ് കളിയാക്കാത്ത ഒരാളും സിനിമയിലില്ല. അതുകൊണ്ട് മുകേഷിനെ കളിയാക്കിയാൽ മുകേഷിന് ഒരു പ്രശ്നവുമില്ല. രണ്ട് തമാശകളും ട്രോളുകളും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മുകേഷ്. അതുകൊണ്ട് മുകേഷിനെ തമാശ പറഞ്ഞോ അല്ലെങ്കിൽ കളിയാക്കിയോ ഇരുത്തി കളയാമെന്ന് ആരും വിചാരിക്കരുത്. ഇതിൻ്റെയൊക്കെ ഒരു കോമഡി മനസ്സിലാക്കി പൊട്ടി, കാർട്ടൂൺ കണ്ടാൽ ചിരിക്കാത്തവൻ മൃഗമായിരിക്കും എന്ന് പറയില്ല, അതുപോലെ ഒരു കാർട്ടൂൺ കണ്ട് ചിരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് മുകേഷ്.